പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ.
അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തല്ലേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിനും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാ നന്മകളുടെയും ഉറവിടമായ നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും എല്ലാ ഉപകാരികളെയും ബന്ധുമിത്രാദികളെയും ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴിയായി സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദിവസവും നിരവധിയായ പാപങ്ങൾ ചെയ്ത് അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി അനുതപിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. ഓരോ അനുരഞ്ജനത്തിൻ്റെ കൂദാശയിലും ഞങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവിടുത്തെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളുടെ പാപക്കടങ്ങളെ ഇളച്ച് തരുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ അവിടുത്തെ പുത്രനെ പാപപരിഹാര ബലിയായി നൽകിയ സ്നേഹത്തെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവേ, ഒരിക്കലും അങ്ങയിൽ നിന്നും അകന്നു പോകാതെ എന്നും അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. സത്യമായ ദൈവത്തെ മറന്നു ജീവിച്ച ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തെയും ഞങ്ങൾ ഓർക്കുന്നു. ലോകസുഖങ്ങളുടെ പിന്നാലെ ഞങ്ങൾ അലഞ്ഞപ്പോൾ കരുണയോടെ ഞങ്ങളുടെ തിരിച്ചുവരവിനായി അവിടുന്ന് കാത്തിരുന്നു. ഞങ്ങൾ അനുതാപത്തോടെ തിരിച്ചു വന്നപ്പോൾ സ്നേഹത്തോടെ ഞങ്ങളെ ചേർത്ത് പിടിച്ച അവിടുത്തെ വാത്സല്യത്തിന് പകരമായി ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉടനടി ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളും ഞങ്ങളെ പിന്തുടരുമ്പോൾ ഞങ്ങളിൽ നിന്നും ആരെങ്കിലും പ്രശ്നം നോക്കുന്നവരെയോ കൈനോട്ടക്കാരെയൊക്കെ തേടിപ്പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ അവിവേകങ്ങൾ പുറത്ത് ഞങ്ങളെ അവിടുത്തെ സ്നേഹാനുഭവത്തിൽ നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണമേ. നല്ല ദൈവമേ, ഞങ്ങളിൽ ആരെങ്കിലും അന്യദേവന്മാരെ ആരാധിക്കുകയോ കാഴ്ചകൾ സമർപ്പിക്കുകയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ. അവിടുന്ന് മാത്രമാണ് ജീവിക്കുന്ന ദൈവമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസത്തിൽ നിന്നും അകന്നു പോയ എല്ലാവരെയും, സഭയിൽ നിന്ന് അകന്നു നിൽക്കുന്നവരെയും എൻ്റെ ഈ പ്രാർത്ഥനയോടൊപ്പം പരിശുദ്ധ അമ്മ വഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ സ്വന്തമാക്കി വീണ്ടെടുക്കണമേ. പരിശുദ്ധ മാതാവേ, കുടുംബ പ്രാർത്ഥനയോ സഭാത്മക ജീവിതമോ ഇല്ലാതെ അലസമായി ജീവിതം നയിക്കുന്ന, സുഖലോലുപതയിൽ വ്യാപരിക്കുന്ന
എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസ ജീവിതത്തിൻ്റെയും സഭയുടെ തന്നെയും അടിത്തറ കുടുംബങ്ങളാണെന്ന തിരിച്ചറിവിൽ ജീവിക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. തീക്ഷ്ണമായ വിശ്വാസവും ബോധ്യങ്ങളും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും, ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എല്ലാ യുവതി യുവാക്കളെയും സഹായിക്കണമേ. അങ്ങേ കരങ്ങളിൽ അവരെ ചേർത്ത് പിടിക്കണമേ. ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ കൂദാശകളിലൂടെ തിരിച്ചറിയുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും സാധ്യമാകട്ടെ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പെട്ടെന്നുണ്ടാകുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കാത്തുകൊള്ളണമേ. ക്രിസ്ത്യാനികളുടെ സഹായകമായ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടിയും വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകന്നു കഴിയുന്ന എല്ലാവർക്കും വേണ്ടിയും അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, മറ്റുള്ളവരെ സഹായിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളിൽ സന്തോഷത്തോടെ കഴിവിനൊത്ത് സഹായിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മടി കൂടാതെ ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ എല്ലാവരെയും പഠിപ്പിക്കണമേ. പാവപ്പെട്ടവരോട് അനുകമ്പയും സ്നേഹവും ഉള്ളവരായിരിക്കുവാനും അവരോട് പരമാർത്ഥ ഹൃദയത്തോടെ പെരുമാറുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അവിടുത്തെ മുഖം ഞങ്ങളിൽ നിന്ന് മറച്ചു കളയരുതേ. അവിടുത്തെ മുൻപിൽ എന്നും എളിമയും വിധേയത്വമുള്ളവരുമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, സാമ്പത്തികമായ തകർച്ചയിലായിരിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകളിൽപ്പെട്ട് നട്ടം തിരിയുന്നവരെയും ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും ബിസിനസ് സംരംഭങ്ങൾ നഷ്ടത്തിൽ ആയിരിക്കുന്നവരെയും മറ്റ് പലവിധ പ്രശ്നങ്ങളാൽ ജീവിതം ദുസ്സഹമായ എല്ലാവരെയും മാറാരോഗങ്ങളാൽ വിഷമിക്കുന്നവരെയും സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, അങ്ങേ പുത്രൻ്റെ അത്ഭുതകരമായ സൗഖ്യവും വിടുതലും അവിടുത്തെ നാമശക്തിയാൽ എല്ലാവരിലും സംഭവിക്കട്ടെ. എല്ലാവരും അങ്ങേ പുത്രനായ യേശുക്രിസ്തു മാത്രമാണ് ഞങ്ങളുടെ അഭയവും രക്ഷയുമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. പരിശുദ്ധ മാതാവേ, ജീവിതം വഴിമുട്ടിയ എല്ലാവരെയും അങ്ങേ തിരുസുതൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ജീവിതത്തിൽ പലവിധത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ തരയണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ നിന്നും ആയിത്തീരേണ്ട അവസ്ഥകളിലേക്ക് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. മരണകരമായ അവസ്ഥയാണ് എവിടെയും നിഴലിക്കുന്നത്. പട്ടിണിയും ദാരിദ്ര്യവും മൂലം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദിനംപ്രതി അനേകർ അസ്വസ്ഥമാകുന്നു. നല്ല ദൈവമേ, ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ സമൂഹങ്ങളിൽ നിന്ന്, ലോകത്തിൽ നിന്ന് ദുഃഖവും ദുരിതവും എടുത്തുമാറ്റി ഞങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യം പ്രദാനം ചെയ്യണമേ. അവിടുത്തെ ജനത്തിൻ്റെ ജീവിതങ്ങളിൽ നിന്ന് സമാധാനവും സന്തോഷവും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ആശ്വാസത്തിനും മോചനത്തിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അങ്ങല്ലാതെ ഞങ്ങൾക്ക് രക്ഷ തേടി മറ്റെവിടെയാണ് പോകുക? അങ്ങയെ അല്ലാതെ മറ്റാരെയാണ് ഞങ്ങൾ ആശ്രയിക്കുക? ഞങ്ങളുടെ എല്ലാ ആകുലതയും ഹൃദയ നൊമ്പരങ്ങളെയും പരിശുദ്ധ മാതാവേ, അങ്ങേ പുത്രൻ്റെ തിരുഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇതാ, ഞങ്ങളുടെ ജീവിതങ്ങളെ തന്നെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഇതാ ഞങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ച് മാറ്റണമേ. നഷ്ടപ്പെട്ട സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് തിരികെ തരണമേ.
എല്ലാവരുടെയും ജീവിതങ്ങളിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്തണമേ. പരിശുദ്ധ മാതാവേ, ഇന്നേ ദിവസം എല്ലാ രോഗികളെയും ഏറ്റവും പ്രത്യേകമായി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൈദ്യശാസ്ത്രത്തിന് പോലും അത്ഭുതമായി തോന്നുന്ന ചികിത്സാവിധികൾ പോലുമില്ലാത്ത രോഗങ്ങളുള്ളവരെ സമർപ്പിക്കുന്നു. വൈദ്യശാസ്ത്രം നിസ്സഹായമാകുമ്പോഴും അങ്ങേ പുത്രൻ്റെ ശക്തമായ കരം പ്രവർത്തനനിരതമാണെന്ന് ഞങ്ങൾക്കറിയാം. മാരകരോഗങ്ങൾ ബാധിച്ച് ആശുപത്രികളിൽ കഴിയുന്ന എല്ലാവരെയും അങ്ങേ കരസ്പർശനത്താൽ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഉയരുന്ന നിലവിളികളും കണ്ണുനീരും നെടുവീർപ്പുകളും കർത്താവെ, അങ്ങ് കരുണാപൂർവം ശ്രവിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് കരുണയായിരിക്കണമേ. പാപത്തിൻ്റെയും രോഗത്തിൻ്റേതുമായ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ച് യഥാർത്ഥ സൗഖ്യത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ. ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയും മാരക രോഗങ്ങൾ ബാധിച്ച് ചികിത്സയിലായിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.